നമ്മളിനി പോകുന്നത് ഒരു പ്രോബ്ലത്തിലേക്കാണ്. എന്താ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്? 3 girls skating on a circular ice ground of radius 200 meter starts from a point P on the edge of the ground and reach a point Q diametrically opposite to P following different paths as shown in figure. What is the magnitude of displacement vector for each? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, for which girl is this equal to the actual length of the path skated? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 ഗേൾസ് ഐസ് ഉള്ള ഗ്രൗണ്ടിൽ സ്കേറ്റ് ചെയ്ത് പോകുന്നു, തെന്നി പോകുന്നു. അപ്പോൾ അവർ 3 പേര് പോയ പാത്ത് വരച്ചിട്ടുണ്ട്. ഈ സർക്കുലർ ആയിട്ടാണ് ആ ഗ്രൗണ്ടിന്റെ ഷേപ്പ് ഒന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇവർ 3 പേരുടെയും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നമുക്കറിയാം പിയിൽ നിന്ന് തുടങ്ങിയ ആൾക്കാരെല്ലാവരും ക്യൂവിലാണ് അവസാനിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ പി മുതൽ ക്യൂ വരെയുള്ള ഏറ്റവും ചെറിയ അകലത്തിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരുടെക്കും ഡിസ്പ്ലേസ്മെന്റ് സെയിം തന്നെയാണ്, ശരിയല്ലേ? കാര്യം എല്ലാവരും തുടങ്ങിയെടുത്ത് തന്നെയാണ്, വേറൊരു സ്ഥലത്ത് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റും എല്ലാവരുടെയും എൻഡിങ് പോയിന്റും സെയിം ആണ്. സോ എല്ലാവർക്കും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു സർക്കുലർ പാത്തിന്റെ ഡയമീറ്റർ ആണ്, ശരിയല്ലേ? ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട് അവര്? സ്കേറ്റിംഗ് ചെയ്യുന്ന ഗ്രൗണ്ടിന്റെ റേഡിയസ് 200 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡയമീറ്റർ എത്രയായിരിക്കും? 2 × r ആണ്. ദാറ്റ് ഈസ് 2 × 200. ദ ആൻസർ ഈസ് 400 മീറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ തന്നിട്ടുണ്ട്? എല്ലാവരുടെയും ഡിസ്പ്ലേസ്മെന്റ് 400 മീറ്റർ എന്ന് തന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇതിൽ ആരുടെ പാത്ത് ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റിന് തുല്യമായിട്ട് വരുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ വിച്ച് ഗേൾ ദിസ് ഈസ് ഈക്വൽ ടു ദി ആക്ച്വൽ പാത്ത് ലെങ്ത് സ്കേറ്റഡ്. ആരുടെ ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റിന് തുല്യമായിട്ട് വരുന്നത്? ആരുടെ ആയിരിക്കും? ബിയുടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അടുത്ത പ്രോബ്ലം, എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദി സെന്റർ O of a circular park of radius 1 kilometer, reaches the edge P of the park, then the cyclist cycles along the circumference and returns to the center along QO as shown in figure. If the round trip takes 10 minutes, what is net displacement, average velocity, average speed? ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്, രണ്ട് ആവറേജ് വെലോസിറ്റി, 3 സ്പീഡ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സൈക്ലിസ്റ്റ് സർക്കുലർ പാത്തിന്റെ സെന്ററിൽ നിന്നും, ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് 1 കിലോമീറ്റർ ആണ്, 1 കിലോമീറ്റർ റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിന്റെ സെന്ററിൽ നിന്നും ഒരു എൻഡിലേക്ക് പോയി, അവിടെ നിന്ന് സർക്കംഫറൻസ് വഴി വേറൊരു പോയിന്റ് ക്യൂവിലേക്ക് വന്നു, അവിടെ നിന്ന് സെന്ററിലേക്ക് തിരിച്ചു വന്നു. ഈ വസ്തുവിന്റെ അല്ലെങ്കിൽ ഈ സൈക്ലിസ്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക, നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം തന്നെ ആയതുകൊണ്ട് ഇവർക്ക് എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. വേണമെങ്കിൽ 0 കിലോമീറ്റർ എന്ന് കൊടുക്കാം, വേണ്ട ആവശ്യമില്ല, 0 എന്ന് മതി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ? ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ എത്രയും തന്നിട്ടുണ്ട്? 10 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 10 മിനിറ്റ്സ് അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചത്? 10 മിനിറ്റ്സ്. അപ്പോൾ എത്രയെന്ന് കിട്ടും? 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ 0 ഇറ്റ്സെൽഫ്. സോ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് വെലോസിറ്റിയും 0 എന്ന് തന്നെ കിട്ടി. ഇനി നമുക്കത് നോക്കേണ്ടത് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് സ്പീഡ് എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ടൈം അവർ തന്നിട്ടുണ്ടല്ലേ? ആ റൗണ്ട് ട്രിപ്പിന് എടുത്തിട്ടുള്ളത് 10 മിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇസ് ടോട്ടൽ ഡിസ്റ്റൻസ്? ഇവിടെ മുതൽ ഇതുവരെ എന്ന് വെച്ചാൽ എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു OP എന്ന് പറയുന്ന ലെങ്ത്, OP എന്ന് പറയുന്ന ലെങ്ത്, PQ എന്ന് പറയുന്ന ലെങ്ത് പ്ലസ് QO എന്ന് പറയുന്ന ലെങ്ത്, QO. ഇത്രയാണ് ലെങ്ത്. അപ്പോൾ OP എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ്? റേഡിയസ് ഓഫ് ദ സർക്കിളിന് തുല്യമാണ്. അത് 1 കിലോമീറ്ററും തന്നിട്ടുണ്ട്. 1 കിലോമീറ്റർ.
പ്ലസ് പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സർക്കംഫറൻസിന്റെ ചുറ്റളവിന്റെ 4/1 ഭാഗമാണ് ഇത്. ശരിയല്ലേ? ഇപ്പൊ ടോട്ടൽ 2πr ആണെങ്കിൽ അതിന്റെ 1/4 ആണല്ലോ ഈ കിടക്കുന്നത്. ഇപ്പൊ ടോട്ടൽ എത്രയാണ്? 2π ഇൻറ്റു r എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ? 2πr ഡിവൈഡഡ് ബൈ 4/1 ഭാഗം 4 പ്ലസ് QO എന്ന് വെച്ചാൽ റേഡിയസിന് തുല്യമാണ് 1. ആൻസർ എത്രയെന്ന് കിട്ടും? 1 പ്ലസ് പൈ ബൈ ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ പൈ ബൈ 2 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈയുടെ വാല്യൂ കൊടുത്തതിന് ശേഷം സോൾവ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പൊ എന്തെഴുതാം നമുക്ക്? 1 പ്ലസ് 22/7/2 ആവുമ്പോൾ ഇൻറ്റു 2 പ്ലസ് 1. ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 11 കിട്ടും അല്ലേ? ഇപ്പൊ എന്താണ്? 1 പ്ലസ് 11/7 പ്ലസ് 1. LCM 7 ആണ്. LCM എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് 7 ആണ്. ഈ 1നെ 7 ആക്കാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 11നെ 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് ഈ 1നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തെന്ന് കിട്ടും നമുക്ക്? 11ഉം 7ഉം 18ഉം 7 ആകുമ്പോഴത്തേക്ക് 25. 25 ഡിവൈഡഡ് ബൈ 7 എന്താ? കിലോമീറ്റർ അല്ലേ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 7 കിലോമീറ്റർ എന്നുള്ളത് എന്ത് കിട്ടും നമുക്ക്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് കിട്ടുന്നു. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ഇനി എങ്ങനെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ് എന്നുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇപ്പോൾ നമുക്ക് ടൈം തന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് ടൈം തന്നിരിക്കുന്നത് എന്തിലാണ്? ടൈം തന്നിരിക്കുന്നത് 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അത് കിലോമീറ്റർ എന്നാണ് കിട്ടിയല്ലേ? അപ്പോൾ സ്പീഡ് കിലോമീറ്റർ പെർ അവറിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ അങ്ങ് അവറിലോട്ട് മാറ്റുന്നു. എങ്ങനെയാണ് മിനിറ്റിനെ അവർ ആക്കുന്നത്? ഡിവൈഡഡ് ബൈ 60. ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 60 അവർ. 10 ഡിവൈഡഡ് ബൈ 60 ഈസ് 1/6. ശരിയല്ലേ? അപ്പോൾ ഇതെന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ 6. എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്? 25 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 21.4 എന്ന ആൻസർ കിട്ടും. ഈസ് ഈക്വൽ ടു 21.4 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവൻ്റെ എന്ത് കണ്ടുപിടിച്ചു നമ്മൾ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു, ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. ഇതിൽ ആരാ നോൺ സീറോ ആയിട്ടുള്ളത്? ആവറേജ് സ്പീഡാണ്. ആൻസർ എത്രയാണ്? 21.4 കിലോമീറ്റർ പെർ അവർ. NCERT ക്വസ്റ്റ്യൻ ആണ്, നല്ലോണം നോക്കുക. അടുത്ത പ്രോബ്ലം നോക്കാം. A passenger arriving in a new town wishes to go from the station to a hotel located 10 km away on a straight road from the station. A dishonest cabman takes him along a circuitous path 23 km long and reaches the hotel in 28 minutes. What is the average speed of the taxi? The magnitude of average velocity? Are the two equal? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരു യാത്രക്കാരൻ ഒരു ടൗണിലെത്തി. ആദ്യമായിട്ടാണ് ടൗണിൽ അദ്ദേഹം വരുന്നത്. യാത്രക്കാരൻ ആദ്യമായി ഒരു ടൗണിലെത്തി. ആ ടൗണിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിന് എവിടെ പോകണം? 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോകണം. ആ 10 കിലോമീറ്റർ ദൂരെയുള്ള ഹോട്ടലിലേക്ക് പോകാനായിട്ട് അദ്ദേഹം ഒരു ടാക്സി പിടിച്ചു. അപ്പോൾ അതൊരു ഡിസോണസ്റ്റ് ആയിട്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു മനുഷ്യനായിരുന്നു ആ ടാക്സി ഡ്രൈവർ. അപ്പോൾ എന്ത് ചെയ്യും? പരിചയമില്ലാത്ത സ്ഥലത്തൊരു പുതിയ ആൾ വരുമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവനായിട്ട് ചുറ്റിപ്പിക്കും. അപ്പോൾ ഈ ടാക്സിക്കാരൻ എന്ത് ചെയ്തു? 10 കിലോമീറ്റർ ദൂരം, ഇത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഇവിടെ ഹോട്ടലും ആയിരിക്കാം, 10 കിലോമീറ്റർ ദൂരെ ആയിരുന്നു ആ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ടാക്സിക്കാരൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിനെ കുറേ ചുറ്റിയ വഴിയിലൂടെ കൊണ്ടുവന്നു. ഏതിലേക്കോ കൊണ്ട് ചുറ്റി വന്നു. എത്ര കിലോമീറ്റർ പറഞ്ഞിട്ടുള്ളത്? 28 കിലോമീറ്റർ അല്ലേ? അല്ല, 23 കിലോമീറ്റർ സഞ്ചരിപ്പിച്ചു. 23 കിലോമീറ്റർ സഞ്ചരിപ്പിച്ചു. ആ 23 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 28 മിനിറ്റും എടുത്തു. എന്നിട്ട് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് എന്താ? ഇനി ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദ ടാക്സി? ടാക്സിയുടെ സ്പീഡ് എന്താണോ ഒന്നാമത് ക്വസ്റ്റ്യൻ. അപ്പോൾ ടാക്സിയുടെ സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് അറിയാം. ഡിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ ടാക്സി എത്ര ദൂരെയാണ് വന്നത്? 23 കിലോമീറ്റർ അല്ലേ? 23 കിലോമീറ്റർ വേണ്ട, 23 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 28 ആണ്. അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? അവറിലോട്ട് മാറ്റുന്നു. 28 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ അവർ ആയിട്ട് മാറും. ഇപ്പം എങ്ങനെ കിട്ടും നമുക്ക്? 23 ഇൻറ്റു 60 മുകളിൽ പോകും. 60 ഡിവൈഡഡ് ബൈ 28. 23 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 28 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 49.3 എന്ന ആൻസർ കിട്ടും.
ഈക്വൽ ടു 49.3 ചെയ്തത് ഡിസ്റ്റൻസിന് നമ്മൾ കിലോമീറ്ററിലുമാണ് കൊടുത്തത്, ടൈമിനെ അവറിലുമാണ് കൊടുത്തത്. സോ കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദ ടാക്സി എന്ന് ചോദിച്ചു, നമ്മളത് കണ്ടുപിടിച്ചു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് വാട്ട് ഈസ് ദി ആവറേജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാം? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്പ്ലേസ്മെന്റ് എത്ര ദൂരെ ആ ഹോട്ടൽ ഉണ്ടായിരുന്നത്? 10 കിലോമീറ്റർ ആണല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? ഈ 10 തന്നെയാണ്. ആൻസർ ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യാൻ ആ ടാക്സിക്കാരൻ എത്ര സമയം എടുത്തു? 28 മിനിറ്റ് എടുത്തു. അപ്പോൾ എന്താണ്? 28 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിയുമ്പോൾ അത് അവറിലോട്ട് മാറും. 60 മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? 10 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 28. 10 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 28 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 21.4 എന്നൊരു ആൻസറിലേക്ക് എത്തിപ്പെടും. 21.4 കിലോമീറ്ററും അവറും ആയതുകൊണ്ട് കിലോമീറ്റർ പെർ അവർ. ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓർത്ത് വയ്ക്കുക, ചെയ്ത് നോക്കുക. അടുത്ത പ്രോബ്ലം ആണ്. 2 forces whose magnitude are in the ratio 3:5 give a resultant of 28 Newton. If the angle of inclination is 60 degree, find the magnitude of each force. ഒരു നമ്മൾ കണ്ട അതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഫോഴ്സിന്റെ വാല്യൂ അല്ല തന്നിട്ടുള്ളത്, മറിച്ച് ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ഫോഴ്സുകൾ തന്നിട്ടുണ്ട്, F1 ഉം F2. ആ F1 ഉം F2 ഉം തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ഈ 2 ഫോഴ്സുകൾ റിസൾട്ടന്റ് തരുന്നത് 28 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. 2 forces whose magnitude are in the ratio 3:5 give a resultant of 28 Newton. 60 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന 2 ഫോഴ്സുകൾ നമുക്ക് തരുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ 28 ന്യൂട്ടൺ ആണ്. ഇനി ചോദിച്ചിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫോഴ്സ് എത്രയാണ്. അപ്പോൾ നമുക്ക് ഈ 2 ഫോഴ്സുകൾ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ F1/F2 എന്നുള്ള വാല്യൂ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. 2 ഫോഴ്സിന്റെ റേഷ്യോ F1/F2 ഈസ് ഈക്വൽ ടു 3/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ റേഷ്യോ 3/5 ആണ്. അപ്പോൾ ഈ ഫോഴ്സിന് വേണ്ടി ഞാൻ ഇവരെ കോമൺ റേഷ്യോ, കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് എക്സിന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ F1 എന്ന് പറയുന്ന ഫോഴ്സ്, ഇതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? F1 എന്ന് പറയുന്ന ഫോഴ്സ് 3x ഉം F2 എന്ന് പറയുന്ന ഫോഴ്സ് 5x ഉം ആണ്. എക്സിന്റെ വാല്യൂ ഏതോ ഒരു വാല്യൂ ആണ്. ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഫോഴ്സുകളുടെയും കൂടെ റിസൾട്ടന്റ് എത്രയും തന്നിട്ടുണ്ട്. റിസൾട്ടന്റ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 28 ന്യൂട്ടൺ എന്ന് തന്നു. 28 ന്യൂട്ടൺ ശരിയാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലില്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p² + q² + 2pq cos θ. ഇക്വേഷൻ പ്രകാരം എന്താണ്? F1² + F2² + 2F1 F2 cos θ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ P എന്നും Q എന്നും പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എളുപ്പത്തിൽ എങ്ങനെയാണോ അങ്ങനെ എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഈ റിസൾട്ടന്റ് ആണ് 28 എന്ന് കിട്ടിയിട്ടുള്ളത്. 28 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് F1². F1² എന്ന് വെച്ചാൽ 3x സ്ക്വയർ. 3x സ്ക്വയർ എന്ന് വെച്ചാൽ എന്തെന്ന് കിട്ടും? 9x². 9x² + F2 സ്ക്വയർ. F2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5x സ്ക്വയർ. ഇപ്പം എന്ത് വരും? 25x² + 2 ഇൻറ്റു F1. F1ന്റെ വാല്യൂ എത്രയാണ്? 3x അല്ലേ. 3x ഇൻറ്റു F2 എത്രയാണ്? ഇൻറ്റു 5x ഇൻറ്റു cos 60. cos 60 അല്ലേ. തീറ്റയുടെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 60 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു cos 60 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് 9² + 5² 9x² + 25x² എന്ന് വെച്ചാൽ എത്രയെന്ന് കിട്ടും നമുക്ക്? 34x² അല്ലേ. 34x² + 3x ഇൻറ്റു 5x ഈസ് 15x². ശരിയല്ലേ. ഇൻറ്റു 2 ഈസ് 30x². എത്രയെന്ന് കിട്ടും? 30x² ഇൻറ്റു cos 60യുടെ വാല്യൂ 1/2. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 15 എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതിയാൽ എന്തെന്ന് കിട്ടും? 28 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 34x² + 15x². 34x² + 15x² ഈസ് 49x². 49നെയും x²നെയും റൂട്ടിന് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും?
7x എന്ന് കിട്ടും അല്ലേ. 28 ഈസ് ഈക്വൽ ടു 7x എന്നും ദെൻ x ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം 28 ഡിവൈഡഡ് ബൈ 7. 28 ഡിവൈഡഡ് ബൈ 7 എന്ന് വെച്ചാൽ എത്രയാണ് 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ ഫോഴ്സുകൾ? 3xഉം 5xഉം അല്ലേ ഫോഴ്സുകൾ. അപ്പോൾ ഒന്നാമത്തെ ഫോഴ്സ് F1 ഈസ് ഈക്വൽ ടു എന്താണ് 3x ആണ്, വിച്ച് ഇംപ്ലൈസ് 3 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 12 ന്യൂട്ടൺ. രണ്ടാമത്തെ ഫോഴ്സ് F2 എന്ന് വെച്ചാൽ എന്താണ് 5x അല്ലേ, 5x which implies 5 into x ന് പകരം 4 which is equal to 20 ന്യൂട്ടൺ. അപ്പോൾ രണ്ട് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, 12 ന്യൂട്ടൺ എന്നും 20 ന്യൂട്ടൺ എന്നും രണ്ട് ആൻസർ നമുക്ക് കിട്ടി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? രണ്ട് ഫോഴ്സുകൾ 60 ഡിഗ്രി ആംഗിളിൽ ഓറിയന്റ് ചെയ്തപ്പോൾ അവരുടെ റിസൾട്ടന്റ് എത്ര കിട്ടി? 28 കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. ആ രണ്ട് ഫോഴ്സുകളുടെ റേഷ്യോയും തന്നിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചോ, ഫോഴ്സസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. വേറൊരു രീതിയിലെ ക്വസ്റ്റ്യൻ ആണ്, നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫോഴ്സ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ. ഇഫ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് 40 ന്യൂട്ടൺ, കാൽക്കുലേറ്റ് ദ വെർട്ടിക്കൽ കമ്പോണന്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ഫോഴ്സ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ഹൊറിസോണ്ടൽ ലെവലുമായിട്ട് 60 ഡിഗ്രിയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഇത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് 40 ന്യൂട്ടൺ. ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും നമുക്കിതിനെ റിസോൾവ് ചെയ്യാം. അങ്ങനെ റിസോൾവ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയും തന്നു? 40 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് ഈ വെർട്ടിക്കൽ കമ്പോണന്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ 40 ന്യൂട്ടൺ എന്ന് തന്നിട്ടുള്ളത്. എന്താ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് കോസ് തീറ്റയാണ് 40 ന്യൂട്ടൺ എന്ന് തന്നിട്ടുള്ളത്. ഇതെന്താ ആള്? എഫ് സൈൻ തീറ്റ അല്ലേ. എഫ് കോസ് തീറ്റ തന്നിട്ടുണ്ട്, എഫ് സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? എഫ് കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഇൻറ്റു കോസ് 60 ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ. കോസ് 60യുടെ വാല്യൂ എത്രയാണ്? 1/2 അല്ലേ. അപ്പോൾ എഫ് ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ എന്ന് കിട്ടും. ദെൻ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 2 അങ്ങ് റൈറ്റ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 80 ന്യൂട്ടൺ എന്ന് കിട്ടും. ദിസ് ഫോഴ്സ് ഈസ് 80 ന്യൂട്ടൺ. ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? എഫ് സൈൻ തീറ്റ. അപ്പോൾ എഫ് സൈൻ തീറ്റ എന്തെന്ന് എഴുതാം? എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഫോഴ്സ് 80 ഇൻറ്റു സൈൻ തീറ്റ ഈസ് സൈൻ 60. ആൻസർ ഈസ് 80 ഇൻറ്റു √3/2. On cancelling, we get the answer as 40√3 Newton. 40√3 Newton എന്ന ആൻസർ കിട്ടും. എന്തിൻ്റെ ആൻസറാണ് നമുക്ക്? വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ആൻസർ കിട്ടുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 ഇൻറ്റു 1.73 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 69.23 ന്യൂട്ടൺ. 69.23 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടുന്നത്. 23 അല്ല 28 ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇത് വേറെ ഡീറ്റെയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആംഗിളും തന്നിട്ട് ഏതെങ്കിലും ഒരു കമ്പോണന്റ് തന്നിരിക്കും, ഹൊറിസോണ്ടൽ കമ്പോണന്റോ വെർട്ടിക്കൽ കമ്പോണന്റോ തന്നിരിക്കും. അതിൽ നിന്ന് മറ്റ് കമ്പോണന്റോ ചോദിക്കും, ഒറിജിനൽ ഫോഴ്സ് എത്രയാണെന്നോ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വരുന്ന ക്വസ്റ്റ്യൻ 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പാണ്. നോക്കി വയ്ക്കും. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഗിവൺ എ ഈസ് ഈക്വൽ ടു 2i - j + 3k and b is equal to 3i - 2j - 2k. Find the unit vector of a plus b and a minus b. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിറ്റ് വെക്ടറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ആ എ എന്ന് പറയുന്ന വെക്ടറിനെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട്, മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? യൂണിറ്റ് വെക്ടറിനെ കിട്ടി. ഇങ്ങനെയാണല്ലോ നമ്മൾ യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ഏതാണ്? 2i - j + 3k ഉണ്ട്. b is equal to 3i - 2j - 2k എന്ന് പറയുന്നൊരു വെക്ടറും ഉണ്ട്. ഈ രണ്ട് വെക്ടറിനെയും a + b വരുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം. a + b എന്ന് കണ്ടുപിടിച്ച് നോക്കാം. വെക്ടർ a + b. അപ്പോൾ a + b എങ്ങനെയാണ് ചെയ്യുന്നത്? a + b എന്ന് വെച്ചാൽ 2i - j + 3k വെക്ടർ എ പ്ലസ് ബി എന്ന് വെച്ചാൽ ആരാണ്? 3i - 2j - 2k. എങ്ങനെയാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുന്നത് സെയിം ടൈപ്പിനെ കൊണ്ടേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 മാംഗോ പ്ലസ് 3 മാംഗോ, നമ്മൾ എന്താണെന്ന് എഴുതും? 5 3 8 മാംഗോസ് എഴുതും. ശരിയാണല്ലേ? ഇനിയിപ്പോൾ 5 മാംഗോ 5 മാംഗോ പ്ലസ് 3 ആപ്പിൾ ആണെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സെയിം ക്വാണ്ടിറ്റി ആണ്, സെയിം വെറൈറ്റി ഉള്ള അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഐ കമ്പോണന്റിനെ ആഡ് ചെയ്യുക, ജെ കമ്പോണന്റിനെ ആഡ് ചെയ്യുക, കെ കമ്പോണന്റിനെ ആഡ് ചെയ്യുക. അത്ര മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. ഐ കമ്പോണന്റിനെ ആഡ് ചെയ്ത് നോക്കുക. 2i പ്ലസ് 3i ഇത്ര കിട്ടുന്നു. അടുത്ത് നോക്കുക, -j മൈനസ് 2j ഇത്ര കിട്ടുന്നു. 3k പ്ലസ് -2k ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതാൻ വേണമെങ്കിൽ താഴെ എഴുതാം. ഫോർ എക്സാമ്പിൾ 2i മൈനസ് j പ്ലസ് 3k. ഇനി ആരുണ്ട്? 3i മൈനസ് 2j മൈനസ് 2k. രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 3യും 2യും കൂടെ ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആണ്. എന്താണ്? 3 മൈനസ് 2 ഈസ് പ്ലസ് 1k. ഇവിടെ എന്ത് വരും? -j മൈനസ് 2j ഈസ് മൈനസ് 3j. എന്താണ്? 2 പ്ലസ് 3 ഈസ് 5i. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 5i മൈനസ് 3j പ്ലസ് 1k എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. എങ്ങനെയാണ്? 2i പ്ലസ് 3i, ആൻസർ ഈസ് 5i പ്ലസ് -j മൈനസ് 2j, -j പ്ലസ് മൈനസ് 2j, ആൻസർ ഈസ് മൈനസ് 3j. അടുത്ത എന്താണ്? 3k പ്ലസ് മൈനസ് 2k എന്ത് വരും? പ്ലസ് k. ആൻസർ ഈസ് 5i മൈനസ് 3j പ്ലസ് k. രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏതാണ് സൗകര്യം തോന്നുന്നത് ആ രീതിയിൽ എഴുതുക. ഇപ്പോൾ നമുക്ക് a പ്ലസ് ബി കിട്ടി. ഇപ്പൊ a പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറാണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? a പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. അപ്പൊ a പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? a പ്ലസ് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ c എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ ചുമ്മാ c എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി a പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ c എന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ എങ്ങനെയാ c എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം അല്ലേ? വെക്ടർ c ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് c ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ കിട്ടും. ഇനി മോഡുലസ് ഓഫ് c കണ്ടുപിടിക്കണ്ടേ? എങ്ങനെയാ മോഡുലസ് ഓഫ് c കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് c എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് x കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് y കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് z കമ്പോണന്റിന്റെ സ്ക്വയർ. ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോൾ എന്താണ്? 5 സ്ക്വയർ പ്ലസ് മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് കെയുടെ സ്ഥാനത്ത് 1k ആണ് വന്നിരിക്കുന്നത്. സോ 1ന്റെ സ്ക്വയർ. സോ ദ ആൻസർ ഈസ് 25. മൈനസ് 3യുടെ സ്ക്വയർ 9 തന്നെയാണ്. 9 പ്ലസ് 1. The answer is 25 plus 9 is 34 plus 1 is 35. Root of 35. അപ്പോൾ മോഡുലസ് ഓഫ് സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഇനി യൂണിറ്റ് വെക്ടർ അലോങ് a പ്ലസ് ബി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് എന്ത് എഴുതാം? റൈറ്റ് സൈഡിലേക്ക് എഴുതുകയാണ്. യൂണിറ്റ് വെക്ടർ അലോങ് a പ്ലസ് ബി. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? വെക്ടർ സി ഡിവൈഡഡ് ബൈ മോഡ് സി അല്ലേ? എന്താണ്? വെക്ടർ സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി. വെക്ടർ സിയുടെ വാല്യൂ എന്താണ്? നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? വെക്ടർ സിയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5i മൈനസ് 3j പ്ലസ് k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 35. ഇതാണ് ഫൈനൽ ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് 5i ഡിവൈഡഡ് ബൈ റൂട്ട് 35 മൈനസ് 3j ഡിവൈഡഡ് ബൈ റൂട്ട് 35 പ്ലസ് k ഡിവൈഡഡ് ബൈ റൂട്ട് 35 എന്നൊക്കെ എഴുതാം. ഇതായാലും മതി, ഫുൾ മാർക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? a പ്ലസ് ബിയുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കാനായിട്ടുള്ളത് a മൈനസ് ബിയുടെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ ചെയ്തുകൂടി നമുക്ക് a മൈനസ് ബിയുടെ യൂണിറ്റ് വെക്ടർ? എങ്ങനെയാണ് a മൈനസ് ബി ചെയ്യുന്നത്? ഇത് മാറി a മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മൈനസ് ദിസ് വരും. a മൈനസ് ബി എങ്ങനെ ചെയ്യാം? 2i മൈനസ് j പ്ലസ് 3k മൈനസ് 3i മൈനസ് 2j മൈനസ് 2k. മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താൽ എന്താണ്? 3k മൈനസ് മൈനസ് 2k. ശരിയല്ലേ? 3k മൈനസ് മൈനസ് 2k. ഇപ്പം എന്ത് വരും? പ്ലസ് 5k. ഇവിടെ എന്താണ്? മൈനസ് j മൈനസ് മൈനസ് 2j. ഇപ്പം എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ആൻസർ പ്ലസ് j എന്ന് വരും. ഇവിടെ എന്താണ്? 2i മൈനസ് 3i.
അപ്പം ആൻസർ എന്തെന്ന് വരും? മൈനസ് ഐ എന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് 5k എന്ന ആൻസർ കിട്ടും. നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എന്താണ്? 2i മൈനസ് 3i. 2i മൈനസ് 3i എന്താണ്? മൈനസ് ഐ. അടുത്ത എന്താണ്? മൈനസ് ജെ മൈനസ് മൈനസ് 2. മൈനസും മൈനസും പ്ലസ് ആവും, ഇവിടെ പ്ലസ് 2 ആവും. മൈനസ് ജെ പ്ലസ് 2 ഈസ് പ്ലസ് ജെ. ഇവിടെ എന്താണ്? 3k മൈനസ് മൈനസ് 2k. 3k മൈനസ് ഇൻറ്റു ദിസ് മൈനസ് പ്ലസ് ആവും. ഇത് പ്ലസ് 2k ആവും. 3k പ്ലസ് 2k ഈസ് 5k. ആ മെത്തേഡോ ഈ മെത്തേഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് സൗകര്യം തോന്നുന്നു അത് ചെയ്യുക. രണ്ട് ചെയ്താലും വ്യത്യാസമൊന്നും തന്നില്ല, സെയിം ആൻസർ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതാണ് എ മൈനസ് ബി അല്ലേ? എ മൈനസ് ബിക്ക് നമുക്കൊരു വാല്യൂ കിട്ടി. വേണമെങ്കിൽ ഡി എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് എ മൈനസ് ബിയുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആരാവശ്യമാണ്? മോഡുലസ് വേണം അല്ലേ? എവൻ്റെ മോഡുലസ്. അപ്പോൾ നമ്മുടെ ഡിയുടെ മോഡുലസ് കണ്ടുപിടിക്കുകയാണ്. ഡിയുടെ മോഡുലസ് കണ്ടുപിടിക്കാൻ എന്താണ്? റൂട്ട് ഓഫ് ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇതെന്താണ്? ഐ എന്ന് വെച്ചാൽ മൈനസ് 1i എന്ന അർത്ഥം. ഐ വെറും മൈനസ് ഐ കിടക്കുന്നത് മൈനസ് 1 ഇൻറ്റു മൈനസ് ഐ എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് 1 ഇൻറ്റു ഐ എന്നാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന ആൾ -1 ആണ്. -1ൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ജെയുടെ കോഎഫിഷ്യൻറ്റിൽ കിടക്കുന്ന 1 ആണ്. 1 സ്ക്വയർ പ്ലസ് കെ കിടക്കുന്നത് 5ൻ്റെ സ്ക്വയർ. ആൻസർ എന്ത് കിട്ടും നമുക്ക്? -1ൻ്റെ സ്ക്വയർ ഈസ് 1 plus 1ൻ്റെ സ്ക്വയർ ഈസ് 1 plus 5ൻ്റെ സ്ക്വയർ ഈസ് 25. So the answer is root of 27. റൂട്ട് 27 എന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നു. ഈ റൂട്ട് 27 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് കണ്ടുപിടിക്കാമല്ലോ. യൂണിറ്റ് വെക്ടർ എലോങ് എങ്ങനെ എഴുതാം നമുക്ക്? യൂണിറ്റ് വെക്ടർ എലോങ് എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? ഡി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി. ഡി എന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് 5k ഡിവൈഡഡ് ബൈ മോഡ് ഡി. മോഡ് ഡി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 27. ഈ രീതിയിലെ ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ച് കാണുന്നതാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ, 2 വെക്ടേഴ്സിന് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് യോജിപ്പിച്ച് എഴുതിയിരിക്കുന്ന വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഐ കമ്പോണന്റ് ആഡ് ചെയ്യുക, ജെ കമ്പോണന്റ് ആഡ് ചെയ്യുക, കെ കമ്പോണന്റ് ആഡ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻസർ കിട്ടുന്നു. നന്നായിട്ട് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.